യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് എങ്ങനെ നെറ്റ് ബാങ്കിങ് ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബാങ്കിൽ നെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുണ്ടാവും. നമുക്ക് ATM കാർഡൊന്നും വേണ്ട ആവശ്യമില്ല. ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും കൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കാർഡൊക്കെ നമുക്ക് കാർഡിൻ്റെ നമ്പറും ഇതൊക്കെ മനസ്സിൽ വെക്കുന്ന കുറേ റിസ്ക് ആയിരിക്കും. അപ്പോൾ അതാകുമ്പോൾ നമുക്കൊരു യൂസർ ഐ ഡിയും പാസ്വേഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ പർച്ചേസും പല പർച്ചേസും ചെയ്യാനൊക്കെ ചിലർക്ക് നെറ്റ് ബാങ്കിങ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. നെറ്റ് ബാങ്കിങ് ഇപ്പോൾ ചെറിയൊരു ഇത് കാണുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഓപ്ഷൻ അവിടെ കാണിക്കുന്നതാണ്. എത്രത്തോളം മൊബൈലിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കോട്ടൊക്കെ കണ്ടിട്ടൊന്നും വിചാരിക്കാൻ കേട്ടോ, ഇവിടെ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോയിലേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ ഗുഡ് ബൈ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫെഡ്നെറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷന്, ഞാൻ ഫെഡറൽ ബാങ്കിലാണ് ഉണ്ടാക്കുന്നത്, ഫെഡ്നെറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണുക. മുകളിലായിട്ട് തന്നെ സൈൻ അപ്പ് എന്ന് കാണാം. ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്, ലാഗ് ആക്കണ്ട. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണണം, കാരണം കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് സൈൻ അപ്പ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് തന്നെ കാണാം അവിടെ 14 അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കാനുള്ള. അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ താഴത്ത് കാണുന്ന ഒരു ക്യാപ്ച കോഡ് ഉണ്ട്, ആ കോഡും അവിടെ അടിച്ചു കൊടുക്കുക. കൊടുത്താൽ കണ്ടിന്യൂ കൊടുക്കുക. അത് സിമ്പിളാണ്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും, അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ആക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ അതിലേക്ക് OTP വന്നത്. ഞാനത് ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ OTP കൊടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട താഴത്ത് വാലിഡേറ്റ് OTP എന്നുള്ളൊരു പച്ച ഇതിൽ കാണാം, അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജിലേക്ക് പോകണമാണ്. അപ്പോൾ എൻ്റെ യൂസർ ഐ ഡി നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാനുള്ള നമുക്ക് ചോയ്സ് ചെയ്യാം, നമുക്ക് ഏത് യൂസർ ഐ ഡി വേണ്ടതെന്നുള്ളത് നമുക്ക് കൊടുക്കാം. കുറച്ച് കണ്ടീഷനുള്ളൂ. അതിനൊരു നമ്പർ വേണമെന്നുണ്ട്, പിന്നെ 4 ക്യാരക്ടർ മിനിമം വേണമെന്നുള്ളതുണ്ട്. അപ്പോൾ ഞാൻ നമ്പർ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, വേറെ ആൽഫബറ്റിക് ന്യൂമറിക് ഒന്നും കൊടുത്തിട്ടില്ല, നമ്പർ മാത്രം കൊടുത്തിട്ടുള്ളൂ. അതുതന്നെ സംഭവം റെഡി ആവുന്നുണ്ട്. ചെക്ക് അവൈലബിലിറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി അവിടെ കാണാൻ പറ്റും, വേറെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അവിടെ അറിയാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നെക്സ്റ്റ് പേജിലേക്ക് പോകണം, അതിൻ്റെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് അതിൻ്റെ സ്ട്രോങ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ പാസ്വേഡിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് താഴത്ത് ഇങ്ങനെ കാണാൻ പറ്റും, ഒരു റെഡ് ഇതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് കുറച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സിമ്പിളാണ് സംഭവം. നമ്പറും വേണം, അതേമാതിരി ആൽഫബറ്റും വേണം എന്നുള്ളതാണ്. താഴത്തിപ്പോൾ ഒരു യെല്ലോ പാസ് ഗ്രീൻ ആയിട്ട് കാണിക്കുന്നില്ലേ, ഒരു യെല്ലോ ശരിക്കും ഗ്രീനാണ് അവിടെ വരേണ്ടത്. യെല്ലോ പാസ് കൊടുത്തതിന് ശേഷം നമുക്ക് കൊടുത്തു നോക്കാം, യെല്ലോ പാസും റെഡി ആവും. റെഡ് ആകുമ്പോൾ നമുക്ക് റെഡി ആവില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കൊടുത്തു നോക്കുക രണ്ടും. ഇതിലുള്ള ഇത് മിനിമം 8 ക്യാരക്ടർ വേണം കേട്ടോ, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ ഒന്ന് കൊടുത്തു നോക്കി സബ്മിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. പാസ്വേഡും അപ്പോൾ നമുക്ക് പാസ്വേഡും ഇതും ആയല്ലോ, യൂസർ ഐ ഡി പാസ്വേഡും ആയി. അപ്പം ഞാൻ ഒന്ന് ലോഗിൻ ചെയ്യാനാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ഈ ലോഗിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഫസ്റ്റ് അവിടെ യൂസർ ഐ ഡി അടിക്കുക, പിന്നെ പാസ്വേഡ് അടിക്കുക, പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ജസ്റ്റ് അടിക്കേണ്ടതുണ്ട്. അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൺട്രി കോഡ് കൊടുക്കണം. അപ്പോൾ കൺട്രി കോഡ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ NRI അക്കൗണ്ടൊക്കെ ആകുമ്പോൾ പുറത്തുള്ള അക്കൗണ്ട് നമ്പർ ആയിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ കൺട്രി കോഡ് കൊടുക്കുമ്പോൾ പ്ലസ് കൊടുക്കരുത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ +91 എന്നുള്ള 91 മാത്രം കൊടുക്കുക. പിന്നെ ക്യാപ്ച കോഡ് അടിച്ചു കൊടുക്കുക, എന്നിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ട്രാൻസാക്ഷൻ ID വേണമെന്നുള്ള. നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ ഇതിലൊരു ID വേണം. അപ്പോൾ ട്രാൻസാക്ഷൻ S കൊടുത്തിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അവിടെ S കൊടുക്കണം, ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ട്രാൻസാക്ഷൻ ID ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ അതും നമ്മളെ പാസ്വേഡും സെയിമും, പാസ്വേഡ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ അതിന് വേണ്ടിയിട്ടാണ് കാർഡിൻ്റെ ഇത് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ സെയിം പാസ്വേഡ് തന്നെ ട്രാൻസാക്ഷൻ ID ആയിട്ട് യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. പക്ഷെ അതും ഇതിൽ പ്രാക്ടിക്കലാണ്. ഞാൻ രണ്ടും ഒന്നേനെ ഉപയോഗിച്ചിട്ടുള്ളത്, കാരണം നമുക്ക് മനസ്സിൽ നിൽക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കാർഡ് നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കാർഡ് നമ്പർ, കാർഡിൻ്റെ പിൻ നമ്പർ, ഡേറ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ ഇതുപോലെ വരും. അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്നുള്ളതാണ്. ട്രാൻസാക്ഷൻ പാസ്വേഡ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിൽ പറയുന്നുണ്ട് എന്താണ്, നമ്മൾ മറ്റേ പാസ്വേഡായിട്ട് ട്രാൻസാക്ഷൻ പാസ്വേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ പ്രാക്ടിക്കലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ ഒന്ന് കൊടുത്തു നോക്കുകയാണ്, നേരത്തെ പോലെ തന്നെ. കൂടുതൽ ഇതിൽ പറയാനൊന്നുമില്ല. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു OTP വരും.
മൊബൈലിലേക്ക് വരുന്ന OTP വാലിഡേറ്റ് കൊടുത്തതിന് ശേഷം താഴത്ത് കാണുന്ന വാലിഡേറ്റ് OTP എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സംഭവം സക്സസ് ആയിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ട്. അപ്പോൾ നമുക്ക് ഇനി മൊബൈലിനും യൂസർ ID പാസ്വേഡൊക്കെ സിമ്പിളായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.